അങ്ങനെ വൈഗയെ കൂട്ടിക്കൊണ്ടുപോയത് മീനുവിൻ്റെയും നന്ദുവിൻ്റെയും അടുത്തേക്കായിരുന്നു. ഹൗ, സമാധാനമായി, നീയും ഞങ്ങളുടെ ടീമിൽ തന്നെ എത്തിയല്ലോ. മീനു ഓടിച്ചെന്ന് വൈഗയെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നിന്നെ ഞങ്ങളുടെ ടീമിലേക്ക് ഇടണേ എന്ന്. എനിക്കും ഇപ്പോഴാണ് സമാധാനമായ, നിങ്ങളുടെ കൂടെ തന്നെ വന്നല്ലോ. മീനുവിനെയും നന്ദുവിനെയും കൂടാതെ 2 പേർ കൂടെ ഉണ്ടായിരുന്നു അവരുടെ ടീമിൽ. ആദി എന്ന ആദിലും കാർത്തി എന്ന കാർത്തികയും. വൈഗയെ അവരെല്ലാവരും പരിചയപ്പെട്ടു. സീറ്റിൽ ചെന്നിരുന്നു. ഒരു കമ്പ്യൂട്ടറും പിന്നെ 1-2 ഫയലും പെൻഡ്രൈവും ഒരു ഓപ്പൺ സ്റ്റാൻഡുമായിരുന്നു അവളുടെ ടേബിളിൽ ഉണ്ടായിരുന്നത്. എല്ലാം കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്തു വെച്ചിരുന്നു. വൈഗ, വാ, നമുക്ക് ക്യാൻറ്റീൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. നന്ദു അവളെ വിളിച്ചു. നന്ദു, വർക്ക് ടൈം അല്ലേ, ഇപ്പോൾ പോയാ? അതൊന്നും കുഴപ്പമില്ല, ദേ ഇവന്മാർ നോക്കിക്കോളും, നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. പിന്നെ വൈകി ഒന്നും പറയാൻ നിന്നില്ല, അവളും കൂടെ പോയി. 3 പേരും കൂടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ക്യാൻറ്റീനിലേക്ക് പോയി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ക്യാൻറ്റീൻ ആയിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അവിടെ ഇവിടെയായി കുറച്ചു പേർ ഇരിക്കുന്നുണ്ട്. അവരുടെ ഓഫീസിൽ തന്നെ പല സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിരുന്നു എല്ലാവരും. അവർ 3 പേരും കൂടെ ഒഴിഞ്ഞ കോണിൽ പോയിരുന്നു. ഫുഡ് കഴിക്കാനിരുന്നു. അല്ല, ഈ കിരൺ സാർ എങ്ങനെ, പാവമാണോ? വൈഗ മീനുവിനെയും നന്ദുവിനെയും നോക്കി. അങ്ങനെ ചോദിച്ചാൽ ആള് പാവമൊക്കെ തന്നെ, മീനു പറഞ്ഞു. അത് ശരിയാണ്, പക്ഷെ തരുന്ന വർക്ക് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ആ പാവം അങ്ങ് രാക്ഷസനാവും. അത് മിക്ക ഓഫീസിലും അങ്ങനെ തന്നെയല്ലേ നന്ദു? പിന്നെന്താ? അതൊക്കെ അങ്ങനെ, പക്ഷെ ആ ഒറ്റ കാര്യം മതി ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാൻ. വാണിംഗ് ഒന്നും കാണില്ല. വർക്കിന്റെ കാര്യത്തിൽ പുള്ളി ഭയങ്കര ഓവർ സ്ട്രിക്റ്റ് ആണ്. ഫുഡ് കഴിച്ച് അവർ സീറ്റിൽ പോയിരുന്നു വർക്ക് തുടങ്ങി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വൈഗയ്ക്ക് അധികം വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവളെ ഏൽപ്പിച്ച വർക്ക് എല്ലാം കൃത്യസമയത്ത് തന്നെ അവൾ കംപ്ലീറ്റ് ആക്കി കൊടുത്തു. 5:30 ആയപ്പോൾ സിസ്റ്റം ഓഫ് ചെയ്ത് അവർ ഓഫീസിൽ നിന്നും ഇറങ്ങി. അവിടെ നിന്നും നേരെ അടുത്തുള്ളൊരു മാർക്കറ്റിൽ പോയി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി അവർ തിരികെ ഫ്ലാറ്റിലെത്തി. ലിഫ്റ്റ് ഇറങ്ങി അവരുടെ ഫ്ലാറ്റിന്റെ അടുത്തെത്തിയപ്പോഴാണ് അവരുടെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റ് തുറന്ന് അകത്ത് കയറുന്ന കിരണിനെ കണ്ടത്. അത് കിരൺ സാറല്ലേ? സാർ എന്താ ഇവിടെ? അത് സാറിൻ്റെ ഫ്ലാറ്റാണ്, പുള്ളി അവിടെയാണ് താമസം. മീനാക്ഷിയാണ് മറുപടി പറഞ്ഞത്. സാർ ഒറ്റയ്ക്കാണോ അതോ ഫാമിലിയും ഉണ്ടോ? സാർ ഒറ്റയ്ക്കാണ്, പിന്നെ സാറിൻ്റെ ഫാമിലി നാട്ടിലാണ്. ആളിതുവരെ കെട്ടിയിട്ടില്ല. അച്ഛനും അമ്മയും ഒരു ചേച്ചിയും ഉണ്ട്. അപ്പോൾ 2 ആളും ഫുള്ള് വിവരങ്ങളും ചികഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. 2 ആളും വൈഗയെ നോക്കി ഒരു വളിച്ച ചിരി അങ്ങ് ചിരിച്ചു. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. വൈഗ ഈ നഗരത്തിലെത്തിയിട്ട് 1 മാസത്തോളമായി. ഇപ്പോൾ ഈ നഗരം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി മാറി. അവധി ദിവസങ്ങളിൽ പുറത്തു കറങ്ങിയും ആ നഗരത്തിൻ്റെ ഭംഗി കണ്ടറിഞ്ഞും വ്യത്യസ്ത രുചികൾ അറിഞ്ഞും കൂട്ടുകാരികളുടെ കൂടെ കുറുമ്പ് കാട്ടിയും വൈഗ തികച്ചും പഴയ വൈഗയായി മാറുകയായിരുന്നു. അവളിലെ മാറ്റം അവൾക്ക് പോലും അത്ഭുതമായിരുന്നു. ബാൽക്കണിയിൽ ബീൻ ബാഗിലിരുന്ന് ഈ 1 മാസം കൊണ്ട് തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു വൈഗ. അതിന് കാരണം മീനുവും നന്ദുവുമാണ്. മറ്റാരോടും തോന്നാത്ത ആത്മബന്ധമാണ് അവരോട് തനിക്ക്. കൂടെ പിറന്നില്ലെങ്കിലും ഹൃദയബന്ധം കൊണ്ട് കൂടെ പിറപ്പായവർ. സഹോദരങ്ങളില്ലാത്ത തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. എങ്കിലും അവരിൽ നിന്നും പലതും മറച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കുറ്റബോധവും ഉണ്ടായിരുന്നു. സമയമാവുമ്പോൾ എല്ലാം അവരോട് പറയണമെന്നവൾ തീരുമാനിച്ചു. 3 പേർക്കുള്ള കോഫിയുമായി മീനുവും നന്ദുവും അങ്ങോട്ടേക്ക് വന്നു. അല്ല, മോൾ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ. അവൾക്കുള്ള കോഫി കയ്യിൽ കൊടുത്തുകൊണ്ട് മീനു വൈഗയോട് ചോദിച്ചു. ഞാനിവിടെ എത്തിയതു മുതലുള്ള ഓരോ കാര്യങ്ങളും ആലോചിക്കുമായിരുന്നു. എത്ര പെട്ടെന്നാണല്ലേ 1 മാസം കടന്നുപോയത്. ഇത്ര നേരം നീ ഇത് ആലോചിച്ചുവാണോ ഇവിടെ കുത്തിയിരുന്നേ? ഞാൻ കരുതി നാളെ വരാൻ പോകുന്ന നമ്മുടെ പുതിയ ടീം ഹെഡിനെ പറ്റിയായിരിക്കും മോൾ ഇത്ര വലിയ കാര്യമായി ചിന്തിച്ചു കൂട്ടുന്നതെന്നാ. എവിടെ, നീ അതൊന്നും അല്ലല്ലേ ആലോചിക്കുന്നേ? ഓ, പറഞ്ഞ പോലെ നാളെയാണല്ലോ അങ്ങേര് വരുന്നത്. ഞാനത് മറന്നു. കിരൺ സാർ തന്നെ മതിയായിരുന്നു. ഇനി ഈ വരുന്ന സാധനം ഒരു കുരിശാവാതിരുന്നാൽ മതി. അല്ല മീനു, നിനക്ക് ഈ വരുന്ന കക്ഷിയെപ്പറ്റി വല്ല അറിവും കിട്ടിയോ? ഇല്ല മോളെ, ഒരറിവുമില്ല. വരുന്ന ആളിൻ്റെ പേര് പോലും ആർക്കും അറിയില്ല. നിങ്ങളെന്തിനാ ഇത്ര ചിന്തിച്ചു കൂട്ടുന്നേ? നാളെ നമുക്കറിയാലോ. ഹാ, ബെസ്റ്റ്. മറന്നിരുന്ന കാര്യം എടുത്തിട്ടത് ആരാടി? എന്നിട്ട് കുറ്റം ഞങ്ങൾക്കോ? ദേ നിർത്തിക്ക രണ്ടും. വഴക്ക് കൂടാതെ ഇങ്ങോട്ട് വാ. രാത്രിയിലേക്ക് വല്ലതും ഉണ്ടാക്കണ്ടേ? അത് മറന്നോ നിങ്ങൾ? അത്താഴം കഴിച്ച് കിടക്കുമ്പോഴും നാളെ പുതിയതായി വരാൻ പോകുന്ന ടീം ഹെഡിനെ കുറിച്ചായിരുന്നു 3 പേരുടെയും ചിന്ത. പിറ്റേന്ന് ഓഫീസിൽ ചെന്ന് സീറ്റിലിരിക്കുമ്പോഴാണ് എല്ലാവരോടും കോൺഫറൻസ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞത്. വാതിൽ തുറന്ന് ഉള്ളിൽ ചെന്നതും കിരണിന്റെ കൂടെ നിൽക്കുന്ന ആളെ കണ്ട് വൈഗയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. താൻ ആരിൽ നിന്നാണോ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്
ആരെയാണോ കാണരുതെന്ന് ആഗ്രഹിക്കുന്നത് ഇന്ന് അതേ വ്യക്തിയുടെ മുന്നിൽ എത്തപ്പെട്ടിരിക്കുന്നു. അവളുടെ മനസ്സിലൂടെ ഒരുപാട് ഓർമ്മകൾ ആ നിമിഷം കടന്നുപോയി. നന്ദന കയ്യിൽ പിടിച്ചപ്പോഴാണ് വൈഗ പെട്ടെന്ന് ഞെട്ടി ഓർമ്മയിൽ നിന്നും ഉണർന്നത്. കാശി. അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. അവന്റെ മിഴികളും അവളെ തേടി എത്തിയിരുന്നു. ആ മിഴികളിൽ പക്ഷേ അത്ഭുതമായിരുന്നില്ല, പകരം താൻ തിരിഞ്ഞ മുഖത്തെ മുന്നിൽ കണ്ട സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഗൈസ്, നിങ്ങളെ എല്ലാം ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് നിങ്ങളുടെ പുതിയ ടീം ഹെഡിനെ പരിചയപ്പെടുത്താനാണ്. ആൻഡ് ദിസ് ഇസ് മിസ്റ്റർ കാശിനാഥ്. എന്നെ കൂടാതെ നിങ്ങളുടെ പുതിയ ടീം ഹെഡ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ 5 പേർ അടങ്ങുന്ന ടീമിൻ്റെ ഹെഡ് കാശിയായിരിക്കും. എങ്കിൽ ഇനി എല്ലാവരും തിരികെ നിങ്ങളുടെ ജോലി തുടർന്നോളൂ. തിരികെ പോകാൻ തുടങ്ങിയപ്പോഴും വൈഗയുടെ നോട്ടം വീണ്ടും കാശിയിലേക്ക് തിരിഞ്ഞു. അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാശിയെ കണ്ട് വൈഗയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവൻ്റെ മുഖത്ത് നിറഞ്ഞത് സങ്കടവും. ഞങ്ങൾ കോഫി കുടിക്കാൻ പോവുക, നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ലടാ ആദി, നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. എങ്കിൽ ശരി. എന്തായാലും പുതിയ ഹെഡ് കാണാനൊക്കെ കൊള്ളാം അല്ലേ മീനു? അതൊക്കെ ശരിയാ നന്ദു, ഇനി സ്വഭാവം കൂടെ അതുപോലെ ആയാൽ മതി. അതൊക്കെ നമുക്ക് കണ്ടറിയാം. എല്ലാവരും കാര്യമായ ചർച്ചയിലാണ്. പക്ഷേ വൈഗ മാത്രം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകളിലായിരുന്നു. അല്ല, ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വൈഗ, എന്താ, എന്തു പറ്റി? ബെസ്റ്റ്, നീ ഈ ലോകത്തൊന്നുമല്ലേ? എന്താടി ഇത്ര വലിയ ആലോചന? കുറെ നേരമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. അത് ശരിയാ മീനു, ഞാനും ഇവളെ ശ്രദ്ധിക്കുന്നു. ആ കോൺഫറൻസ് ഹാളിൽ ചെന്നപ്പോൾ മുതൽ ഇവൾ ഈ ലോകത്തൊന്നുമല്ല. എനിക്കൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതാണ്. ഞാൻ ആ പുതിയ പ്രോജക്റ്റിന്റെ കാര്യം ആലോചിച്ചതാ, അല്ലാതൊന്നുമല്ല. വൈഗ തന്നോട് കിരൺ സാറിന്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടേക്ക് വന്ന അഞ്ജന വൈഗയോട് പറഞ്ഞു, എന്നാ നീ പോയിട്ട് വാ വൈഗ. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി വിറയ്ക്കുന്ന ചുവടുകളോടെ കിരൺ സാറിന്റെ ക്യാബിനിലേക്ക് ചെന്നു. വാതിൽ നോക്ക് ചെയ്ത് അകത്ത് കിടന്നതും കിരണുമായി സംസാരിച്ചു നിൽക്കുന്ന കാശിയിലാണ് അവളുടെ മിഴികൾ പതിഞ്ഞത്. വൈഗ, താൻ എന്താ അവിടെ നിൽക്കുന്നേ? കേറി വാടോ. വൈഗ മെല്ലെ കിരണിന്റെ അടുത്തേക്ക് ചെന്നു. വൈഗ, ഞാൻ തന്നെ ഇപ്പോൾ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്ത് സാർ? സോ താൻ ഇനി കാശിയെ അസിസ്റ്റന്റ് ചെയ്താൽ മതി. അതിൻ്റെ ഫയലും താൻ റെഡിയാക്കിയ റിപ്പോർട്ടുമെല്ലാം ഇപ്പോൾ തന്നെ ഇവനെ ഏൽപ്പിക്കണം. ഓക്കെ സാർ. പിന്നെ കാശിയെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. അവളെ തന്നെ നോക്കി നിൽക്കുന്ന കാശിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കിരൺ വൈഗയോടായി പറഞ്ഞു. കിരൺ പറഞ്ഞത് കേട്ട് വൈഗയാകെ വല്ലാതെയായി. അപ്പോൾ ആദ്യം കിരണിനെ കണ്ടപ്പോൾ തനിക്ക് തോന്നിയ പരിചയം അത് എങ്ങനെയെന്ന് അവൾക്ക് മനസ്സിലായി. കിരണിനും എല്ലാം അറിയാമെന്ന ചിന്ത അവളെ അസ്വസ്ഥമാക്കി. എങ്കിൽ താൻ പൊക്കോ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാശിയെ ഏൽപ്പിച്ചാൽ മതി. ശരി സാർ. വൈഗ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. കാശി, എന്താ ഇനി നിന്റെ പ്ലാൻ? അറിയില്ല കിച്ചു, അവളുടെ ഇനിയുള്ള റിയാക്ഷൻ എങ്ങനെയെന്ന് അറിയട്ടെ, എന്നിട്ട് നോക്കാം. അവസാനം അവൾ എന്നെ കൊല്ലരുത് പറഞ്ഞേക്കാം. എന്നാലും എന്നെ അവൾക്ക് നേരത്തെ മനസ്സിലാവാത്തത് ഭാഗ്യം തന്നെ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ നിന്നെ അവൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, പണ്ടെപ്പോഴോ ഒരു പഴയ ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളേ. ഞാനെന്നാ എൻ്റെ ക്യാബിനിൽ കാണും, നീ അങ്ങോട്ടേക്ക് വന്നേക്ക്. ശരിയടാ. പുറത്തേക്ക് പോകുന്ന കാശിയെ നോക്കി ഒരു നെടുവീർപ്പോടെ കിരൺ നിന്നു. എന്തിനാ വൈഗ നിന്നെ കിരൺ സാർ വിളിച്ചേ? അത് ഞാനിപ്പോൾ ചെയ്യുന്ന പുതിയ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പുതിയ ഹെഡിനെ ഏൽപ്പിക്കാൻ, അത് പറയാനാണ് വിളിപ്പിച്ചത്. എങ്കിൽ നീ കൊണ്ടുകൊടുത്തിട്ട് വാ, നമുക്ക് പോയി ഒരു കോഫി കുടിച്ചിട്ട് വരാം. നിങ്ങൾ പോയിട്ട് വാ, എനിക്ക് വേണ്ട നന്ദു. എന്നാ ശരി. അപ്പോഴേക്കും അവൾ പ്രൊജക്റ്റ് ഫയലും ഡീറ്റെയിൽസും എല്ലാ കോപ്പിയും ചെയ്ത പെൻഡ്രൈവുമായി കാശിയുടെ ക്യാബിനിലേക്ക് പോയി. ഒറ്റയ്ക്ക് എങ്ങനെ കാശിയെ ഫേസ് ചെയ്യുമെന്ന ചിന്ത മാത്രമായിരുന്നു വൈഗയ്ക്കുണ്ടായിരുന്നേ. കാശിയുടെ ക്യാബിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. ഇല്ല വൈഗ, നീ തളരാൻ പാടില്ല. ധൈര്യമായി തന്നെ ഈ സിറ്റുവേഷൻ നേരിടാം. ഇവിടെ നീ തളർന്ന നീ തോറ്റുപോകും, അത് പാടില്ല. കാശി നിന്റെ ടീം ഹെഡ് മാത്രമാണ്, അല്ലാതെ നിനക്ക് അവനുമായി യാതൊരു ബന്ധവുമില്ല. അവൾ തൻ്റെ മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിച്ചു. മുഴുവൻ ധൈര്യവും സംഭരിച്ച് ഡോർ നോക്ക് ചെയ്ത് അകത്തേക്ക് ചെന്നു. കാശി അവളുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ്റെ മുഖം വിടർന്നു. സാർ, ഇതാണ് ആ പ്രൊജക്റ്റിൻ്റെ ഫയൽ. ബാക്കി ഡീറ്റെയിൽസ് ഈ പെൻഡ്രൈവിലുണ്ട്. ചെക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യണേ പറഞ്ഞാൽ മതി. പെൻഡ്രൈവും ഫയലും അവൾ ടേബിൾ വെച്ചു. വൈഗയുടെ ഈ പ്രവൃത്തികളെല്ലാം അവനിൽ അത്ഭുതമായിരുന്നു. അവളിലെ ഈ മാറ്റം അവൻ്റെ മനസ്സിൽ വേദന നിറച്ചു. ആമി. വൈഗ തിരികെ പോകാൻ തിരിഞ്ഞതും കാശിയുടെ ആമി എന്ന വിളി കേട്ട് അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നു. ഒരു കാലത്ത് ഒരുപാട് ഇഷ്ടത്തോടെ കേട്ടിരുന്ന വിളിയാണ്. വീണ്ടും അവൻ്റെ ആമി എന്ന വിളിയാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴേക്കും കാശി അവൾക്ക് മുന്നിലായി വന്നു നിന്നു. ആമിയോ? ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ ആ പഴയ ആമിയല്ല, മിസ്റ്റർ കാശിനാഥ് വർമ്മ. ആ ആമി 2.5 വർഷം മുമ്പ് മരിച്ചു.
ഓ അല്ല, നിങ്ങൾ കൊന്നു. ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ളത് വൈഗയാണ്, വൈഗ വിശ്വനാഥൻ. വൈഗയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ആ നിമിഷം. അവളുടെ നിറഞ്ഞു തുളുമ്പിയ മിഴികൾ അവൻ്റെ ഉള്ളിൽ നോവ് പടർത്തി. ആമി മോളെ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട. അവനെ തുടരാൻ അനുവദിക്കാതെ വൈഗ കൈയുയർത്തി. സ്വയം ന്യായീകരിക്കാനാണെങ്കിൽ വേണമെന്നില്ല, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഇവിടെ നിങ്ങൾ എനിക്ക് എൻ്റെ ടീം ഹെഡ്, അതിൽ കവിഞ്ഞൊന്നുമില്ല. അതിനപ്പുറം ഒരു അവകാശമോ സ്വാതന്ത്ര്യമോ കാണിക്കാൻ മുതിരരുത്, മനസ്സിലായല്ലോ? അവൾ തിരിഞ്ഞ് ഡോറ് തുറന്നപ്പോഴാണ് കിരൺ കയറി വന്നത്. അവന് നേരെ ഒരു കത്തുന്ന നോട്ടം നോക്കി അവൾ ഇറങ്ങിപ്പോയി. എന്താടാ, എന്താ ഉണ്ടായത്? നീ അവളോട് സംസാരിച്ചോ? ഇല്ല കിച്ചു, അവൾ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഞാനിനി എന്തു വേണം കിച്ചു? എനിക്കറിയില്ല. എനിക്ക് അവളെ വേണം കിച്ചു, എൻ്റെ പഴയ ആമിയായി എനിക്ക് വേണം. കാശിയുടെ മിഴികൾ നിറഞ്ഞു. എന്താടാ ഇത്? നീ ഇങ്ങനെ സില്ലിയാവല്ലേ? നിന്നെ ഇവിടെ കണ്ട് ആകെ ഷോക്കായിരിക്കുമല്ലേ അവൾ. അതാണ് പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തത്. അവളുടെ തെറ്റിദ്ധാരണ നീയൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായി ഞാൻ അതിന് തന്നെയല്ലേ ശ്രമിക്കുന്നേ. പക്ഷേ അവൾ, നിനക്കെല്ലാം അറിയുന്നതല്ലേ കിച്ചു, ഇത് എൻ്റെ അവസാന വഴിയാണ്. ഇവിടെയും ഞാൻ തോറ്റാ പിന്നെ ഈ കാശിയില്ല കിച്ചു. നീ ഇങ്ങനെ നിരാശപ്പെടല്ലടാ. നീ സ്ട്രോങ് ആയി നിൽക്കണം. നിന്റെ പഴയ ആമിയെ നിനക്ക് തിരികെ കിട്ടും കാശി. ഇപ്പോൾ അവൾക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്. നമ്മൾ തമ്മിലുള്ള പ്ലാൻ ആണെല്ലാമെന്ന് അവൾക്ക് മനസ്സിലായി. എന്നെ നോക്കി ദേഷ്യത്തോടെയാണ് അവൾ പോയത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി അവൾ ഈ ജോലി എങ്ങാനും ഇട്ടിട്ട് പോവോ? അവൾക്ക് ഇങ്ങനെ ഒരു ജോലിയുടെ ഒന്നും ആവശ്യം ഒന്നാമതേ ഇല്ല. അവളുടെ സ്വഭാവം വെച്ച് അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനുള്ള മറുമരുന്ന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് മതി. ഇനിയെങ്കിലും നീ സങ്കടമൊക്കെ എടുത്തു കളഞ്ഞ് ഇത്തിരി സ്ട്രോങ് ആയി തന്നെ അവളെ ഫേസ് ചെയ്യണം. വാ, നമുക്ക് ഓരോ കോഫി കുടിച്ചിട്ട് വരാം. നിന്റെ മൂഡൊന്ന് ഓക്കെ ആവട്ടെ. കിരൺ കാശിയെ കൂട്ടി പുറത്തേക്ക് പോയി. കാശിയുടെ ക്യാബിനിൽ നിന്നും വാഷ്റൂമിലേക്കാണ് വൈഗ നേരെ പോയത്. പെരുമഴ പോലെ അവളുടെ സങ്കടങ്ങൾ കണ്ണിൽ നിന്നും പെയ്തു തോർന്നപ്പോൾ മനസ്സിന് കുറച്ച് ആശ്വാസം ലഭിച്ചതുപോലെ തോന്നി അവൾക്ക്. പതിയെ ടാപ്പ് തുറന്ന് മുഖം കഴുകി കണ്ണാടിയിൽ നോക്കി കരഞ്ഞു കരങ്ങിയ വീർത്ത കണ്ണുകൾ മീനുവിനോടും നന്ദുവിനോടും എന്തു പറയും എന്ന ചിന്തയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്.